ആ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ഒരു സ്ഥലം MLA തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമാണ് അവിടെ ഉണ്ടായത്. അതിനെ ഞാൻ ന്യായീകരിക്കല്ല കേട്ടോ. 3 ടൈമായിട്ട് MLA ആണ്. കഴിഞ്ഞ ഏതാണ്ട് കുറെ നാളായിട്ട് ഈ പറയുന്ന തണൽ ഡയാലിസിസ് കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്, ഒരു സ്ഥാപനമാണ് അല്ലെ. ഒരു ഡയാലിസിസ് കേന്ദ്രം എന്ന് പറയുന്നത് സാധാരണ ഏത് ആൾക്കാർക്കും എപ്പോഴാണ് പ്രയോജനം വരിക എന്നറിയത്തില്ല. അപ്പോൾ അത് അവിടെ ആവശ്യമാണ്. അതേസമയത്ത് ഇത് പരസ്പര പൂരകങ്ങളാണ്. അവിടെ നിന്നുള്ള മാലിന്യം പുറന്തള്ളുമ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടാക്കണം. അല്ലാതെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട്, അത് ഏത് സ്ഥാപനമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മാലിന്യ പ്രശ്നം പോയി കഴിഞ്ഞാൽ അവരുടെ കുടിവെള്ളവും നശിപ്പിക്കുക, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരിക ഒക്കെ തന്നെ ചെയ്താൽ അത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന കാര്യമാണ്. അത് അവരെ എത്രത്തോളം ജനരോഷം ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ വിഷയത്തിലെന്നല്ല മിഥുൻ, ഈ എന്ത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോ അത് ഈ പദ്ധതി നിർവഹണത്തിന്റെ ഒരു പാളിച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു റോഡ് നിർമ്മാണമായാലും ശരി, എന്ത് സംഭവമായാലും ശരി, അത് ചെയ്യുമ്പോൾ അത് ആശ്രയിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ ജനപ്രതിനിധികൾക്കില്ലേ? ഇപ്പോ ഈ മാലിന്യം പുറത്തേക്ക് തള്ളുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരുടെ വീട്ടിലാണ് ഇതുപോലെ അപ്പുറത്തെ വീട്ടിൽ എടുത്തെങ്കിലും മാലിന്യം വന്നാൽ ഇവർ സഹിക്കുമോ? അവർ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ നേരത്തെ തന്നെ മിഥുൻ പറഞ്ഞു, ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു നല്ല നടപടി അല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവർ അതിലേക്ക് അത് ഇപ്പൊ വന്ന ഒരു MLA അല്ല. അത് ഇപ്പൊ പറഞ്ഞ പോലെ 3 തവണയായിട്ട് അവിടുത്തെ MLA ആണ്. അപ്പൊ ആൾക്കാർക്ക് ഇത്രയും ചിരപരിചിതനാണ് അദ്ദേഹം. അപ്പൊ ഇവർ പലതവണ ഇതിനെതിരെ പരാതി നൽകിയിട്ടും MLA അത് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റം തന്നെയല്ലേ? MLA എന്തിനാ അവിടെ ഉള്ളത്? ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി. സ്ഥലം MLA അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ജനപ്രതിനിധിയുടെ പരാജയമാണ്.